KTU S7 സിവിൽ എഞ്ചിനീയറിംഗിലെ CE405 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 3-ലെ ലെക്ചർ 7 ആണിത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസൈൻ ഓഫ് ക്ലാരിഫ്ലോക്കുലേറ്റർ. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ക്ലാരിഫ്ലോക്കുലേറ്റർ എന്താണെന്ന് നോക്കി, ക്ലാരിഫ്ലോക്കുലേറ്ററിൻ്റെ കമ്പോണൻസ് നോക്കി. ഈ ഒരു ലെക്ചറിൽ ക്ലാരിഫ്ലോക്കുലേറ്ററിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ക്ലാരിഫ്ലോക്കുലേറ്ററിൽ ഫസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ളത് ഇൻലെറ്റ് പൈപ്പാണ്. ഇൻലെറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യണം. അടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഫ്ലോക്കുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ടാങ്ക് ആണ്. ഈ ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അതുപോലെ ഡയമീറ്റർ ഡിസൈൻ ചെയ്ത ശേഷം നമുക്ക് ഫ്ലോക്കുലേറ്ററിൽ ഡിസൈൻ ചെയ്യാനുള്ളത് ഇവിടെയുള്ള ഫ്ലോക്കുലേറ്ററിലുള്ള പാഡിൽസ് ആണ്. ഈ പാഡിൽസിൻ്റെ ബ്ലൈഡിൻ്റെ ലെങ്ത്തും ഏരിയ ഒക്കെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ഇനി നാലാമതായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ക്ലാരിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ക്ലാരിഫയർ ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അതായത് ഈ ഒരു വലിയ ടാങ്കിൻ്റെ ക്ലാരിഫയറിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ക്ലാരിഫ്ലോക്കുലേറ്ററിൻ്റെ ഡിസൈൻ നോക്കാം. ക്വസ്റ്റ്യൻ: ഡിസൈൻ എ ക്ലാരിഫ്ലോക്കുലേറ്റർ ഫോർ ട്രീറ്റിംഗ് 250 m³ ഓഫ് വാട്ടർ. അസ്യൂം ഓൾ നെസസറി ഡേറ്റാസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രീറ്റ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. 250 m³ ആണ്. നെസസറി ഡേറ്റാസ് എല്ലാം നമ്മൾക്ക് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാനെന്ന് നോക്കാം. ഡിസൈൻ ആവറേജ് ഫ്ലോ. അസ്യൂം 2% ഓഫ് വാട്ടർ ഈസ് ലോസ് ഡ്യൂറിങ് ഡീസ്ലഡ്ജിങ്. നമുക്കിവിടെ ട്രീറ്റ് ചെയ്ത് കിട്ടേണ്ട എമൗണ്ട് ഓഫ് വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ക്ലാരിഫ്ലോക്കുലേറ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 250 m³ വാട്ടർ തന്നെ കിട്ടണമെന്നില്ല. ഒരു 2% സ്ലഡ്ജിൻ്റെ കൂടെ പോകും. ആ ഒരു അസംഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ആവറേജ് ഫ്ലോയ്ക്കാണ് നമ്മൾ ക്ലാരിഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യാനുള്ളത്. അതായത് എക്സ്ട്രാ 2% വാട്ടർ നമ്മൾ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ ആവറേജ് ഫ്ലോ എക്സ്ട്രാ നമ്മൾ 2% കൺസിഡർ ചെയ്യുന്നു. 250 × 100/98 ചെയ്യുമ്പോൾ നമുക്ക് 255.10 m³/h എന്ന് കിട്ടി. ഈ ഒരു ആവറേജ് ഫ്ലോയ്ക്കാണ് ഇനി നമ്മൾ ബാക്കി ഡിസൈൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ളത് ഇൻലെറ്റ് പൈപ്പാണ്. ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻലെറ്റ് പൈപ്പിലൂടെയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ 1 m/s ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി ഡിസ്ചാർജ് നമുക്കറിയാം. ഡിസ്ചാർജ് എത്രയാണ്? 255.10. ഇനി ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 1 ആണ്. അപ്പോൾ 255.1/1. ഇനി നമുക്ക് ഈ 255.1 നമ്മുടെ ആവറേജ് ഫ്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത് m³/h. അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 60 × 60 ചെയ്യും. സോ നമുക്ക് അവിടെ ഏരിയ എന്ന് പറയുന്നത് 0.071 m² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഏരിയ കിട്ടി. ഇനി ഡയമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? π/4d² ആണ് ഏരിയ എന്ന് പറയുന്നത്. π/4 × ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് സ്ക്വയർ ആണ് 0.071 എന്ന് നമുക്ക് കിട്ടിയത്. അവിടെ നിന്ന് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് എന്ന് പറയുന്നത് 0.071/π/4 ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 0.3 മീറ്റർ എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഫ്ലോക്കുലേറ്റർ ആണ്. രണ്ടാമത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പറൽ മീൻ ഗ്രേഡിയൻ്റ് വെലോസിറ്റി അസ്യൂം ചെയ്യണം. നമ്മളിവിടെ ജീൻ്റെ വാല്യൂ 40 സെക്കൻഡ് ഇൻവേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുപോലെ ഡിറ്റൻഷൻ ടൈം അസ്യൂം ചെയ്യണം. ഡിറ്റൻഷൻ ടൈം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് 20 മിനിറ്റ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മുടെ GT വാല്യൂ ചെക്ക് ചെയ്യണം. നമ്മൾ ഏത് കൊയാഗുലൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് GT വാല്യൂ ചെക്ക് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അലുമിനിയം കൊയാഗുലൻ്റ് ആണ്. അലുമിനിയം കൊയാഗുലൻറ്റിൻ്റെ GT വാല്യൂ വന്നിട്ട് 2 × 10⁴ (6 × 10⁴) ഇൻ ബിറ്റ്വീൻ ആണ്. സോ നമ്മുടെ GT വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ജീൻ്റെ വാല്യൂ എത്രയാണ്? 40 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതുപോലെ നമ്മുടെ ഡിറ്റൻഷൻ ടൈം 20 ആണ്. അപ്പോൾ നമ്മുടെ 40/സെക്കൻഡ് ടീൻ്റെ വാല്യൂ 20 മിനിറ്റ്സ് ആണ്. അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്തു. അവിടെ നമുക്ക് GTയുടെ വാല്യൂ 48 × 10⁻³ എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് എത്രയാണ്? 4.8 × 10⁻⁴ ആണ്. അത് നമ്മുടെ ഈ വാല്യൂവിൻ്റെ ഇടയ്ക്കാണ്. നമ്മുടെ 2 × 10⁻⁴ 6 × 10⁻⁴ ഇടയ്ക്കാണ്. സോ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫ്ലോക്കുലേറ്ററിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലോക്കുലേറ്ററിൻ്റെ കപ്പാസിറ്റി V = Q × T.
ക്യൂ എത്രയാണ് 255.10, അത് പെർ അവറിലാണ്. അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ 60 × 60 കൊടുത്തു. നമ്മുടെ ഡിറ്റൻഷൻ ടൈം മിനിറ്റിലാണ് 20, അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ചെയ്തപ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റർ വി എന്ന് പറയുന്നത് 85.03 m³ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഫ്ലോക്കുലേറ്ററിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോക്കുലേറ്റർ അസ്യൂം ചെയ്യണം. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന ഡെപ്ത് ഓഫ് ഫ്ലോക്കുലേറ്റർ 3 മീറ്ററും പിന്നെ ഒരു 0.5 മീറ്റർ ഫ്രീ ബോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 3 മീറ്റർ ആയിട്ട് ഡെപ്ത് അസ്യൂം ചെയ്തു. സോ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 3യിൽ നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഫ്ലോക്കുലേഷൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഡെപ്ത് കിട്ടും. അതെത്രയാണ്? 3 - 0.5 ചെയ്യുമ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടി. ഇനി ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ബൈ ഡെപ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏരിയ കിട്ടും. വി എത്രയാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്? 85.03. കപ്പാസിറ്റി, ഫ്ലോക്കുലേറ്ററിൻ്റെ കപ്പാസിറ്റി 85.03 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഡെപ്ത്, നമ്മുടെ എഫക്റ്റീവ് ഡെപ്താണ് കൊടുക്കാനുള്ളത്. എഫക്റ്റീവ് ഡെപ്ത് 2.5 ആണ്. അത് നമ്മൾക്ക് ചെയ്തപ്പോൾ 34.01 m² എന്ന് നമ്മുടെ ഏരിയ കിട്ടി. ഇവിടെ ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, ഇതാണ് ഫ്ലോക്കുലേറ്റർ. ഇപ്പം നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഫ്ലോക്കുലേറ്ററിൻ്റെ ഏരിയയിൽ നിന്ന് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ ഉള്ള ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? π/4 × ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റിൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ കിട്ടിയ ഏരിയ ആണ് നമുക്ക് കിട്ടിയ 34.01 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് π/4 × ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയ ഈ 34.01. ഇവിടെ നിന്ന് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.6 മീറ്റർ എന്ന് നമുക്ക് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കിട്ടും. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് പാഡിൽസ് ആണ്. പാഡിൽസിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് അസ്യൂം ചെയ്യണം. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ ആണ്. ജിയുടെ വാല്യൂ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തതാണ് 40/s. നെക്സ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാനുള്ളത് അബ്സല്യൂട്ട് വെലോസിറ്റി അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 0.98 × 10⁻³ Nm/s² ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അടുത്ത് നമുക്ക് അറിയാനുള്ള വാല്യൂ കെയിൻ്റെ വാല്യൂ. കെ എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ ആണ്. അതിൻ്റെ വാല്യൂ 0.25 എന്ന് അസ്യൂം ചെയ്തു. ഇനി വെലോസിറ്റി ഓഫ് പാഡിൽ VP എന്ന് പറയുന്നത് 0.4 m/s ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇത്രയും വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കണം, എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്താലേ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ഏരിയ ഓഫ് പാഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പവറിൻ്റെ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P = G² × μV രണ്ടാമത്തെ ഇക്വേഷൻ P = ½ CD ρ AP VR² ആണ്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. പവർ ഇൻപുട്ട് ടു പാഡിൽ P = G² μ × V. G എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 40/s ആണെന്ന് പറഞ്ഞു. മ്യൂവിൻ്റെ വാല്യൂ 0.89 × 10⁻³ ആണെന്ന് പറഞ്ഞു. വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ ആണ്. വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ നമ്മൾ കണ്ടുപിടിച്ചാണ് 85.03. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ ഇൻപുട്ട് ടു പാഡിൽ P = 121.08 വാട്ട്സ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ പവറിൻ്റെ ഇക്വേഷൻ P = ½ CD ρ AP VR². ഇവിടുത്തെ CD എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗിൻ്റെ വാല്യൂ 1.8 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. VR എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. അതായത് ഈ പാഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു റിലേറ്റീവ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ VR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VP - VW ആണ്. VP എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പാഡിലും VW എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വാട്ടറും ആണ്. VPൻ്റെ വാല്യൂ 0.4 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്.
വി ഡബ്ല്യു സറൗണ്ടിങ്ങിൻ്റെ വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കെ ഇൻറ്റു വി പി ആണ്. കെയിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0.25 ആണ്, വി പി 0.4 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഡബ്ല്യുവിൻ്റെ വാല്യൂ 0.1 കിട്ടി. അപ്പോൾ വി ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വി ആർ കാൽക്കുലേറ്റ് ചെയ്യാം. വി ആർ ഇസ് ഈക്വൽ ടു വി പി മൈനസ് വി ഡബ്ല്യു. അവിടെ നിന്ന് വി ആറിൻ്റെ വാല്യൂ കിട്ടി 0.3 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ രണ്ടാമത്തെ പവറിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഹാഫ് സി ഡി റോ എ പി വി ആർ സ്ക്വയർ. അതിലോട്ട് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പവർ പിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു 121.08 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി ഡി 1.8 റോ ഡെൻസിറ്റി 1000 ആണ്. എ പി നമുക്ക് കണ്ടുപിടിക്കണം. വി ആർ എന്ന് പറയുന്നത് 0.3 ആണ്. അവിടുന്ന് എ പി എന്ന് പറയുന്നത് നമുക്ക് 1.494 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ പാഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ പാഡിൽ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നു 2 ഷാഫ്റ്റായിട്ട് അസ്യൂം ചെയ്യുന്നു. 2 ഷാഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു. ഓരോ ഷാഫ്റ്റിലും 4 ബ്ലൈഡ് കൊടുക്കുന്നു എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 2 ഷാഫ്റ്റ് ഉണ്ട്, 2 ഷാഫ്റ്റിലും 4 ബ്ലൈഡ്. അങ്ങനെ ഓരോ ഷാഫ്റ്റിലും 4 ബ്ലൈഡ്. അപ്പോൾ 2 ഷാഫ്റ്റിലും കൂടെ 8 ബ്ലൈഡ്. സോ ഏരിയ ഓഫ് ഈച്ച് ബ്ലൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് കിട്ടിയ പാഡിലിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഈച്ച് ബ്ലൈഡ് കിട്ടും. അത് നമുക്ക് എത്ര കിട്ടി? 0.18 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ ലെങ്ത് ഓഫ് 1 ബ്ലൈഡ് 3 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് 1 ബ്ലൈഡ് 3 മീറ്റർ കൊടുത്തു. അങ്ങനെ എനിക്ക് വിഡ്ത്ത് ഓഫ് ബ്ലൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ബൈ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ത്ത് കിട്ടും. ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് ഈച്ച് ബ്ലൈഡ് 0.18 ആണ്. 0.18 ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 0.06 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ കഴിഞ്ഞു. ഡിസൈൻ ഓഫ് പാഡിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ക്ലാരിഫയർ ആണ്. സോ നമുക്ക് ക്ലാരിഫയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്യണം. സർഫസ് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്യാനുള്ളത് 30 to 40 മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 40 മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സർഫസ് ഓവർഫ്ലോ റേറ്റ് കിട്ടി. സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്ലാരിഫയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ക്യൂ ബൈ സർഫസ് ഓവർഫ്ലോ റേറ്റ് ആണ്. ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു, 255.10 ആണ്. നമുക്ക് അത് തന്നിട്ടുള്ളത് പെർ അവറിലാണ്. അതിന് പെർ ഡേയിലോട്ട് എങ്ങനെ മാറ്റാം? ഇൻറ്റു 24 കൊടുത്തു. നമുക്കിവിടെ സർഫസ് ഓവർഫ്ലോ റേറ്റ് പെർ ഡേയിലാണ്. സോ സർഫസ് ഓവർഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോഴത്തേക്കും ക്യൂ ബൈ സർഫസ് ഓവർഫ്ലോ റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 153.06 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഈ കിട്ടിയ ഏരിയ നമുക്കിപ്പോൾ കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ സ്ക്വയർ ആണ് നമുക്കിപ്പോൾ കിട്ടിയ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയ 153.06. അവിടെ നിന്ന് ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15.43 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കിട്ടി. ഇനി നമുക്കൊരു ചെക്ക് ഉണ്ട്, വിയർ ലോഡ് ചെക്ക് നോക്കാം. Wear load check for wear loading. Wear load should be less than 300 meter cube per meter per day ആയിരിക്കണം. നമുക്ക് wear load കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആക്ച്വൽ ഫ്ലോ ബൈ സർക്കംഫറൻസ് ഓഫ് clarifloculator. ആക്ച്വൽ ഫ്ലോ എത്രയാണ്? 250 ആണ്. 250 per hour ആണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഡേയിലോട്ട് കൺവേർട്ട് ചെയ്തു. സർക്കംഫറൻസ് ഓഫ് clarifloculator നമുക്കിപ്പോൾ ഡയമീറ്റർ ഓഫ് ക്ലാരിഫോർ കിട്ടി. സോ സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? പൈ ഇൻറ്റു 15.43 ചെയ്യുമ്പോൾ നമുക്ക് സർക്കംഫറൻസ് കിട്ടും. സോ വിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 123.7 എന്ന് കിട്ടി, വിച്ച് ഷുഡ് ബി ലെസ് ദാൻ 300. ഹെൻസ് നമ്മുടെ ഡിസൈൻ ഓക്കെ ആണ്. സോ ക്ലാരിഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഡിസൈൻ ചെയ്യാനുള്ളത് ഇൻലെറ്റ് പൈപ്പ്, ദെൻ ഫ്ലോക്കുലേറ്റർ, ദെൻ പാഡിൽസ് ഡിസൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാരിഫയർ ഡിസൈൻ ചെയ്യണം.